Hi, welcome back to It's All About Movies. ആലോചിക്കട്ടെ എന്താ പറയണ്ടേന്ന്. ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് എന്താന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ എടുത്തത് വേറെ എന്തിനാണ്, പക്ഷെ മാറ്റി പിടിച്ചാലോ എന്നൊരു ഡൗട്ട് കണ്ടിട്ട് അതെന്നെ എടുക്കല, വേറെ ഒന്നുമില്ല. സോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നിനല്ല. എനിക്കിവിടെ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നും വേണമെന്നില്ലല്ലോ വീഡിയോ എടുക്കാൻ. സോ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഡയറ്റിലാണ്, പക്ഷേ എനിക്ക് എന്നെ പറ്റിക്കാൻ തോന്നുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ, ഒരു ഫുഡ് ഉണ്ട്, അപ്പോൾ നമ്മളത് കഴിക്കണം. ഡയറ്റിലായതുകൊണ്ട് നമ്മളത് കഴിക്കാതെ ഇങ്ങോട്ട് മാറി നിന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മളെ തന്നെ പറ്റിക്കല്ലേ. പറ്റിക്കല്ല, ഷോ കഴിച്ചില്ലല്ലോ, കഴിച്ചില്ലല്ലോ, റിഗ്രറ്റ് ആവല്ലേ ചെയ്യുന്നത്. ഇഫ് ഞാൻ ആ ഫുഡ് കഴിച്ചാലോ, അവിടെയും റിഗ്രറ്റ്, എൻ്റെ ഡയറ്റ് പൊളിഞ്ഞ്. സോ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിങ്ങളെല്ലാവരും എന്താ ചെയ്യുക? ലൈക്ക് ഞാനിപ്പോൾ ചെകുത്താൻ്റെ കടലിൻ്റെ നടുവില, ഇതെങ്ങനെ തരണം ചെയ്യും? എനിക്കത് തിന്നണം എൻ്റെ ബോഡിക്ക്, പക്ഷെ എൻ്റെ ബോഡിക്ക് അത് തിന്നരുത്. ഞാൻ രണ്ടിൻ്റെ നടുവിലാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എന്നും ഡയറ്റില്ല, പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നുമില്ല എനിക്ക് ഡയറ്റിന്. സോ ഞാൻ ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഡയറ്റിലാണ്. ഗുഡ് ഫുഡ്, ഗുഡ് വർക്കൗട്ട്, എല്ലാം ഗുഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയറ്റിലാണ്. കഴിക്കണമെന്നും ഉണ്ട്, കഴിക്കേണ്ടെന്നും ഉണ്ട്. രണ്ടും ആണെങ്കിലും ഒന്ന് ചെയ്താൽ ഒന്ന്, രണ്ടും റിഗ്രറ്റ് ആവുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ നമുക്ക് നമ്മളിഷ്ടമുള്ള തിരഞ്ഞെടുക്കണ്ടേ? അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ള ഭാഗത്ത് തിരഞ്ഞെടുത്താലോ എന്ന് വിചാരിക്കണം. ഐ ഡോണ്ട് കെയർ വാട്ട് എവർ. ഒരു ലൈഫല്ലേ ഉള്ളൂ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? കഴിക്കണം. നമുക്കിഷ്ടമുള്ളതൊക്കെ കഴിക്കണം. അപ്പോഴേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്താൽ പോരെ, പക്ഷെ വെയിറ്റ് കുറയുന്നില്ല. എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരാഴ്ച കറക്റ്റ് ഡയറ്റ് എടുക്കാമെന്ന് വിചാരിക്കും, പക്ഷെ ആ ആഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവും കഴിക്കാൻ. കുറേ ഞാൻ കൺട്രോൾ ചെയ്യും, പക്ഷെ ഇതെന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ വയ്യ. ഞാൻ 2-3 ദിവസമായി ഇങ്ങനെ പട്ടിണി എടുക്കുന്നു, മര്യാദക്കൊന്നും കഴിക്കാണ്ട്, മര്യാദക്ക് നല്ല ഫുഡൊന്നും കഴിക്കാതെ. സോ എനിക്കിങ്ങനെ പറ്റില്ല. അപ്പോഴേക്ക് ഇന്ന് ഒരു ഫുഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ എനിക്കത് കഴിക്കാതെ പോയി കിടന്നുറങ്ങാൻ എനിക്ക് ലൈക്ക് മൈൻഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ വരും, ശരാ കഴിക്കുന്നു, കുറച്ചെങ്കിലും കഴിക്കുന്നു. ഇനി നാളെയും മറ്റന്നാളും ഒക്കെ ഞാൻ ഡയറ്റ് എടുക്കാനുള്ളതല്ലേ, എന്നാൽ പിന്നെ ഇന്നൊരിത്തിരി കഴിച്ചിരുന്നെങ്കിൽ എന്താ എൻ്റെ പ്രശ്നം? ഇതാണ് എൻ്റെ തോട്ട്. എന്നെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല എൻ്റെ മൈൻഡ്. ലൈക്ക് ഞാൻ എത്ര ആക്കിയാലും, ഞാൻ എത്ര പിടിച്ചു വെച്ചാലും എൻ്റെ മൈൻഡ് അവിടെ ഇരിക്കാനോ കിടക്കാനോ ഒന്നിനും സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കി, എൻ്റെ മൈൻഡ് പറയുന്നത് ഞാൻ കേൾക്കണം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഡയറ്റ് പൊട്ടിക്കാം. സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് എപ്പോഴും പറയുമ്പോൾ ഞാൻ ഡയറ്റ് എടുക്കുമ്പോൾ മാത്രം ഫുഡ് വാങ്ങലേ, ഡയറ്റ് എടുക്കുമ്പോൾ മാത്രം കാക്കലേ, ഇങ്ങനെ ആക്കലേ. ഞാൻ ഡയറ്റ് എടുക്കാത്തപ്പോൾ എത്ര ദിവസം ഉണ്ട് അപ്പോഴൊന്നും വാങ്ങില്ല, എന്നിട്ട് അന്ന് മാത്രം നോക്കി വാങ്ങും. ഇന്നാളെ എൻ്റെ ദിവസം ന്യൂട്ടൻ്റെ ഉപ്പി ഓടിച്ചോണ്ട് നോക്കണേ, ഞാൻ ഡയറ്റ് എടുക്കണം അന്ന്. ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്തു. സാരമില്ല രമണ, സാരമില്ല. ചെറുതായിട്ട് എൻ്റെ ഡയറ്റൊന്ന് ഞാൻ கொஞ்ச നേരത്തേക്ക് ഒന്ന് മാറ്റി നിർത്താം. ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ കഴിക്കാൻ പോണെന്ന്. ഇതിനുള്ള പണി ഞാൻ എത്ര എടുക്കണം എന്ന് എനിക്കറിയില്ല. അയ്യോ, ഐ വിൽ ഷോ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താ എന്തോ കുന്താവട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പോയി കാണിക്കണോ? അല്ലെ ക്യാമറ അവിടെ തന്നെ
വെച്ച് കാണിക്കാം. ഇവിടെ വെച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുകളിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്നെ കാണുന്നതിന് പകരം മേ ബി അതായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. ദാറ്റ്സ് വൈ ഞാൻ ഇവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കാത്തത്. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. ഞാൻ പറയട്ടെ, ഞാൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രമൊക്കെയാണ് എടുത്തു പോകുന്നത്. വലിയ കാര്യത്തിൽ ചെറിയ അളവിലേ കഴിക്കാൻ പാടുള്ളൂ എന്ന് മൈൻഡിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ചെറിയ പാത്രമൊക്കെ എടുത്തു പോകുന്നത്. ഓക്കെ, ബട്ട് ദ പ്രോബ്ലം ഈസ് പാത്രം ചെറുതായിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അളവ് കൊടുക്കണ്ടേ. ബൈ ബൈ. Go away. Rain, go away. Little Musida wants to eat. So guys, ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്തിട്ട് വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ കൊണ്ട് ഇളക്കിയിട്ട് എനിക്ക് വയ്യ. ഒരു മാറി ഉണ്ടാവും. 1 മിനിറ്റ്. ഡയറ്റ് പൊട്ടിക്കാൻ പറ്റിയ ഫുഡല്ലേ. നോക്കൂ, ഗോബി മഞ്ചൂരിയൻ ആണ് തോന്നുന്നു അല്ലേ? ചൂടില്ല. 9:38 ഗൈസ്. അതുകൊണ്ടാണ് ചൂടില്ലാത്തത്. അവരൊക്കെ നേരത്തെ കഴിച്ചു. ലുക്ക് അറ്റ് ദിസ് പൊറോട്ട വിത്ത് ഗോബി മഞ്ചൂരിയൻ കറി. ഇവിടെ അടുത്തുള്ള ഹോട്ടലിൽ നിന്നിട്ട് എൻ്റെ അനിയൻ പോയി മേടിച്ചു കൊണ്ടുവന്നതാണ്. സോ ഈ നൈറ്റ് ഞാൻ ഇതാണ് കഴിക്കാൻ പോകുന്നത്. ഞാനതൊന്ന് പോയി ഓംലെറ്റ് ചൂടാക്കി വരാം. ബാ. ചൂടാക്കി കൊണ്ടുവന്നു. ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് നല്ല ചൂട് പൊറോട്ട ഓംലെറ്റ് വെച്ച് ചൂടാക്കിട്ടോ. ചൂട് പൊറോട്ടയും ഗോബി മഞ്ചൂരിയൻ കറി. ഇറ്റ്സ് ഓക്കെ ബ്രോ. ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ. നമ്മുടെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണതിൻ്റെ സന്തോഷം വേറെ എവിടെയും കിട്ടൂല. അങ്ങനെ മണ്ണാലിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, വേറെ എന്ത് ചെയ്താലും കിട്ടൂല. പ്രത്യേകിച്ച് ഞങ്ങൾ ഡയറ്റിലാണെങ്കിലോ ഒരു പ്രത്യേക സുഖം ഉണ്ട് വരാൻ. മുത്ത് തൃപ്തിയായി. എൻ്റെ മനസ്സിലും എൻ്റെ മൈൻഡിലും തൃപ്തിയായി. സോ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോ ഇതാണ് എടുക്കാൻ വിചാരിച്ചത്. എൻ്റെ ഡയറ്റ്, എൻ്റെ കള്ള ഡയറ്റ് ഇതിനാണ് പറയാ പച്ച മലയാളത്തിൽ. എൻ്റെ ഈ ഡയറ്റ് പറയുന്ന പേരാണ് കള്ള ഡയറ്റ്. ഇങ്ങനെ എന്താ പറയാ, എടുക്കുന്ന ഡയറ്റ് പൊട്ടിക്കുന്ന എന്നെ പോലുള്ള എല്ലാവർക്കും എന്ത് യൂസ് ചെയ്യാം, കള്ള ഡയറ്റ് എന്ന പേര് യൂസ് ചെയ്യാം നമ്മളെ ഡയറ്റിനൊക്കെ. എൻ്റെ ഡയറ്റിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞേ, എൻ്റെ ഡയറ്റ് ഇസ് കള്ള ഡയറ്റ്. പിന്നെ ഇത് ലൈക്ക് ഞാൻ വാങ്ങുന്ന പോലില്ല. ചൂടാറിയിട്ടാണെന്ന് അറിയില്ല, എത്ര നേരം വീട്ടാണെന്ന് അറിയില്ല. പിന്നെ ടേസ്റ്റും കമ്മിയായ പോലെ. ബട്ട് എനിക്ക് ഇഷ്ടമായി കേട്ടോ. ബട്ട് ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ. മനസ്സും മൈൻഡും നിറഞ്ഞു. സോ നമ്മളെ കള്ള ഡയറ്റുകാർ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. കാരണം എന്താ വെച്ചാൽ ആകെ ഒരൊറ്റ ലൈഫിലും. സോ നമ്മളെന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കുകയും ചെയ്യാം, ഡയറ്റും വർക്കൗട്ടും ചെയ്യുകയും ചെയ്യാം. രണ്ടും കാൽക്കുലേറ്റ് ചെയ്തൊരു സൊല്യൂഷനിലെത്തുക. സോ നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ എല്ലാത്തിനും ഒരു പരിഹാരമായി. എന്നാൽ അതുപോലെ ഇങ്ങനെ കഴിക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമീനും. അപ്പം എന്തായാലും ഈ നാളെ അത് ബാലൻസ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാം. ബട്ട് നോ പ്രോബ്ലം, എനിക്കിഷ്ടമായി, ഞാൻ ഓക്കെ ആയി. എന്നെ പോലെ കള്ള ഡയറ്റ് എടുക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പൊറോട്ടയും ഈ കറിയും ഞാൻ സമർപ്പിക്കുന്നു. ഹാവ് ഇറ്റ് ആൻഡ് എൻജോയ് ഇറ്റ്. അത് വിചാരിച്ച എന്നത് കഴിക്കരുത് കേട്ടോ ഗൈസ്. ദാറ്റ്സ് എ ബാഡ് ഡിസിഷൻ. എന്നും കഴിക്കുന്നത്
പച്ചമുളക് അടിച്ചു. സോ ഗൈസ് ഞാൻ വീഡിയോ നിർത്തണം. ഓക്കെ ഇപ്പോൾ എല്ലാം കൊണ്ടും ഐ എം ഹാപ്പി. നിങ്ങളും ഹാപ്പി ആവാ. മുളക് അടിച്ചു. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഐ ലവ് ഇറ്റ്. സോ ഗൈസ് ഞാൻ അത് ആസ്വദിച്ച് കഴിക്കട്ടെ കേട്ടോ. അപ്പം പിന്നെ കാണാം. ബൈ ബൈ. With love, always love.